ശരീരമാസകലം വേദനകളുമായിട്ട് ഒ പി ഡിയിൽ കടന്നു വരുന്ന രോഗികളെ നമ്മൾ ഡോക്ടേഴ്സ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ അവരെ നമ്മളിട്ട് കുറേയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും, ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെയുള്ള സ്കാനിങ്ങുകളും ഒക്കെ ചെയ്ത് നോക്കുമ്പോഴും ഒരു രോഗാവസ്ഥ നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ രാകേഷ്, പെയിൻ ഫിസിഷ്യനാണ്, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. കൂടുതലായിട്ടും ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അങ്ങനെ ഒരു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കരുത്. കാരണം സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഏകദേശം 3:1 റേഷ്യോയിലാണ് ഈ പറയുന്ന രീതിയിൽ ഫീമെയിൽസിൽ ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്. അപ്പോൾ ശരീരമാസകലം എന്ന് പറയുമ്പോൾ ഏകദേശം ബുക്സുകളെല്ലാം പറയുന്നത് ഒരു 19 വേദന ഉണ്ടാകുന്ന ഏരിയാസാണ് ഈ ഫൈബ്രോമയാൾജി എന്ന് പറയുന്ന ഒരു പിക്ചറിൽ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവർ കൈകളിലൊരു വേദന പറയുന്നു, കഴുത്തിലൊരു വേദന പറയുന്നു, തലവേദന പറയുന്നു, വയറുവേദന, നെഞ്ചുവേദന, അങ്ങനെ ഇത്രയധികം ഏരിയാസിൽ ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നിട്ട് വേദന പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു രോഗനിർണയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം അതിലൊരു വെല്ലുവിളി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു സ്കാനിങ്ങോ ചെയ്തത് മൂലമോ ഈ ഫൈബ്രോമയാൾജി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയെ നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, ഫൈബ്രോമയാൾജിയ. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന അസുഖം, ഇതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കാരണം അതിൻ്റെ ഒരു ബേസിക് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബ്രോമയാൾജിയയ്ക്ക് ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ലാബ് ടെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. എന്നാൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇന്ന ഒരു തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമൊന്നുമില്ല. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ളൊരു അസുഖം തന്നെയാണ് ഫൈബ്രോമയാൾജിയ. നേരത്തെ പറഞ്ഞതുപോലെ 2.74 എക്സാക്ട്ലി 2.74 ടൈംസ് ഫീമെയിൽസിൽ ഈ രോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന അസുഖം എങ്ങനെ കണ്ടുവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ പത്തോളജിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബേസിക്കലി അത് ജെനറ്റിക് ആയിട്ടാണ് വരുന്നത്. ജെനറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേദനകൾ നമ്മുടെ ബ്രെയിനിലെത്തിയിട്ടാണ് ആ വേദനയാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കേൾവി, അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ടേസ്റ്റ്, അതെല്ലാം ബ്രെയിനിലെത്തിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഹോർമോൺസാണ് സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഹോർമോൺസ്. അപ്പോൾ അതിൻ്റെ രാസപ്രവർത്തനങ്ങളിൽ ഒരു വ്യത്യാസങ്ങൾ വന്നത് മൂലം എല്ലാ തരത്തിലുള്ള സെൻസറി ആക്ടിവിറ്റീസും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആംപ്ലിഫൈ ചെയ്യുന്നു. അതായത് നമ്മുടെ നോർമലി നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിനിടയിൽ ഒരു ആംപ്ലിഫയർ ഘടിപ്പിച്ച ഒരു അവസ്ഥയാണ് ഫൈബ്രോമയാൾജിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു രോഗിക്ക് ഒരു ചെറിയൊരു വേദന വന്നാൽ തന്നെ സാധാരണ വ്യക്തികളിൽ കാണുന്നതിനേക്കാൾ ഇരട്ടിയിലധികമോ ആയിട്ട് ആ രോഗിക്ക് ആ വേദന അനുഭവപ്പെടുന്നു. അത് വേദന മാത്രമായിക്കൊള്ളണമെന്നില്ല, ഒരു പ്രഷർ സെൻസേഷൻ ആയാലും ഒരു 3-4 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രോഗിക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ ആ ട്രീറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രോഗികൾ നമ്മളോട് പറയുന്ന റീജിയൻസ് ഉണ്ടാവും. അത് ഏകദേശം 19 ഏരിയാസ് ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 10-11 ഏരിയാസിൽ ആ പേഷ്യൻ്റ് നമ്മളോട് വേദന പറയുമ്പോൾ അവിടെയെല്ലാം നമുക്കൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അവിടെയെല്ലാം ഒരു രോഗാവസ്ഥ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. കാരണം ആ വേദന പറയുന്ന അവസ്ഥയുള്ള ഒരു സ്ഥലത്തായിരിക്കണമെന്നില്ല ആ രോഗിയുടെ പ്രോബ്ലം. ആ ബ്രെയിനിലോ അല്ലെങ്കിൽ ആ ബ്രെയിനിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന സുഷുമ്ന നാഡിയിലോ ഒക്കെ ആയിരിക്കാം രാസപ്രവർത്തനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മൂലമായിരിക്കാം ഈ ഫൈബ്രോമയാൾജിയ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റും ആ വേദന ഉണ്ടാകുന്ന ആ ഭാഗത്തെ അനുബന്ധിച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇതിനോടൊപ്പം തന്നെ ഈ വേദന മാത്രമാണോ ഈ ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പോലെ അതിനോടൊപ്പം തന്നെ ആ 5-6 അതിനോടൊപ്പം നിൽക്കുന്ന സിംറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് ഫറ്റീഗ് എന്ന് പറയും. ഫറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ ആകെ തളർന്നിരിക്കുക, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ. അതിന് നമ്മൾ 0 മുതൽ 3 വരെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ഒരു 7-8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ ഫ്രഷായ പോലെ ഫീലിംഗ് ഇല്ലാത്തൊരു അവസ്ഥ, അതിന് നമ്മൾ 3 വരെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർമ്മ കുറവ്, ഒരു കാര്യം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെയും നമ്മൾ 3-ൽ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെഡേക്ക്,
ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥ, അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് വയറുവേദന, വയറിളക്കം പോലുള്ള അവസ്ഥ. അതിനോടൊപ്പം തന്നെ ഒരുപാട് അധികം വേദന അല്ലാതെ തന്നെ ഫൈബ്രോമയാൾജിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരുപാട് സിംറ്റംസ് വേറെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർന്ന് ഒരു സ്കോറിങ്ങിലേക്ക് ഉൾപ്പെടുത്തി ഒരു 30-ൽ ഒരു 12 സ്കോറിങ്, ഇത് പഴയ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പറയുന്നത്, 12 സ്കോറിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മളതിനെ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ, ഈ സ്കോറിങ് എന്ന് പറഞ്ഞാൽ ഒരേ രോഗിയിൽ തന്നെ പല അവസ്ഥകളിൽ ഈ ചിലപ്പോൾ 8ലേക്ക് പോകാം, ചിലപ്പോൾ 25ലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒരു രോഗിയിൽ തന്നെ അത് വ്യത്യസ്തപ്പെട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഫൈബ്രോമയാൾജി ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ 8ലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫൈബ്രോമയാൾജിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 മോഡൽസാണ് പറയുന്നത്. ഒന്ന് ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു മോഡലും, ഒന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു മോഡലും. അതിന് ബോട്ടം അപ്പ് മോഡൽ, ബോട്ടം മോഡൽ എന്നിങ്ങനെ 2ആയി തരംതിരിക്കും. അതിൽ ടോപ്പ് ടു ബോട്ടം മോഡൽ എന്ന് പറയുകയാണെങ്കിൽ അവർ ജന്മന തന്നെ ഒരു ജനറ്റിക് വർക്കപ്പിൻ്റെ ഒരു വിഷയം കൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ഓൾറെഡി ഫൈബ്രോമയാൾജി, അവർക്കൊരു പ്രത്യേകിച്ച് ഒരു രോഗം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിൽ ഒരു ഫൈബ്രോമയാൾജി രോഗിയായി മാറും. ഈ പറഞ്ഞ 30 സ്കോറിങ്ങിലേക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ട് ഒരു ഫൈബ്രോമയാൾജി രോഗിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ളൊരു വിഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ജനറ്റിക്കായിട്ട് ഫൈബ്രോമയാൾജിയിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ അവരിലേക്ക് ഒരു ഫ്രാക്ചർ സംഭവിക്കുകയോ, കാലിനൊരു ഫ്രാക്ചറോ, ഒരു നടുവേദനയോ, ഒരു മൈഗ്രെയിനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് മൂലം അവർ മെല്ലെ മെല്ലെ ഫൈബ്രോമയാൾജിയുടെ പിക്ചറിലേക്ക് വരികയാണ്. ഫൈബ്രോമയാൾജിയുടെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് പുറമെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് 12 ഔട്ട് ഓഫ് 30 എന്ന് പറഞ്ഞ സ്കോറിൻ്റെ മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഡയബറ്റീസൊക്കെ പോലെ വന്ന പോലൊരു അവസ്ഥയാണ്. പിന്നെ ആ ലൂപ്പിൽ നിന്ന് ഈ പറഞ്ഞ നേരത്തെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ എന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലെത്തി. അപ്പോൾ ഒരു വേദന മാത്രമാണോ? വേദന എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ ഒരു നടുവേദന ഉണ്ടാകുമ്പോൾ നടുഭാഗത്ത് മാത്രം വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു 19 ഏരിയാസിൽ ഈ ഒരു വേദന ഉണ്ടാകുന്നൊരവസ്ഥ, ആ അവസ്ഥ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ലാത്തുള്ള അവസ്ഥ, അത് ലാബ് ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് തൻ്റെ രോഗം മാനസികമാണെന്ന് മുദ്രകുത്തപ്പെടുന്ന അവസ്ഥ, ഈ അവസ്ഥകളിലൂടെയൊക്കെയാണ് ആ രോഗി കടന്നു പോകുന്നത്. അപ്പോൾ ആ രോഗിക്ക് വേദനയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കില്ല. ഫറ്റീഗ്, ടയേർഡ്നെസ് മൂലം തൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ആരെങ്കിലും ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് ഓർത്തെടുക്കാനും അതിൽ ശ്രദ്ധ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു ഹെഡ് ഏക്ക്, തലവേദന വരുന്നത് മൂലം ഒരു 4 മണിക്ക് ഇന്ന ആളെ മീറ്റ് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ തലവേദനയായിട്ട് കിടക്കുകയായിരിക്കും. പിന്നെ ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം ഡയേറിയ, വയറുവേദന പോലുള്ള അവസ്ഥ. അങ്ങനെ ഒരു രോഗിയെ ഏതൊക്കെ തലത്തിൽ, ഡിപ്രഷൻ പോലുള്ള അവസ്ഥ, അപ്പോൾ ഒരു രോഗിയുടെ നോർമൽ ആക്ടിവിറ്റീസിനെ മുഴുവൻ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള രോഗമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ അതുമാത്രമല്ല, ആ രോഗിയെ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു രോഗിയുടെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, ആർത്രൈറ്റീസ് റൂൾ ഔട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു കോമൺ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ്. ശരീരത്തിലെ എല്ലാ ജോയിൻസിലും ഉണ്ടാകുന്ന ആർത്രൈറ്റിസുകൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചെയ്യുന്നു. പിന്നെ നടുവേദനയ്ക്കുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, തൈറോയിഡിൻ്റെ ടെസ്റ്റ്, തൈറോയിഡൊക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഫൈബ്രോമയാൾജി പോലുള്ള പിക്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തൈറോയിഡ്, വൈറ്റമിൻ ഡി എല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ നോർമലായിരിക്കുന്ന ഒരവസ്ഥയിലൊരു അവസാനമാണ് നമ്മൾ ഈ ഫൈബ്രോമയാൾജി എന്ന് പറയുന്ന ഡയഗ്നോസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫൈബ്രോമയാൾജി എന്ന് പറയുന്ന ഡയഗ്നോസിലേക്ക് ഒരു എല്ലാം ഒഴിവായിട്ട് ഫൈബ്രോമയാൾജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് രോഗിയുമായി മടക്കി അയക്കുന്ന അവസ്ഥയാണ് ഈ ഫൈബ്രോമയാൾജിക്ക് ഉള്ളത്. അപ്പോൾ പക്ഷേ ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ആ രോഗി പറയുന്ന ശരീര അവയവങ്ങളിലല്ല വേദനയെന്നും ആ വേദനയുടെ പ്രോസസ്സിങ്ങിലാണ് പ്രശ്നമെന്നും ഒരു പെയിൻ ഫിസിഷ്യൻ യഥാക്രമം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിനൊക്കെ മെഡിസിൻസ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ സെൻട്രൽ ന്യൂറൽ പ്രോസസ്സിങ്ങിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ, അതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്. എന്നാൽ ആ മെഡിസിൻ കൊണ്ട് മുഴുവനായിട്ടും രോഗം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. അപ്പോൾ
ഈ പറഞ്ഞ ടയേർഡ്നെസ്സും ഈ പറഞ്ഞ വേദനയൊക്കെ മാറണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എവിടെ നിന്ന് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണോ വേദന ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ആ ഏരിയകളിൽ നിന്നൊക്കെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് എക്സസൈസ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ വരുന്ന രോഗിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വരുന്നൊരു രോഗിക്ക് ഉടനടി ഒരു 30-40 മിനിറ്റ് എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗി വീണ്ടും വേദന എക്സസർബേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ, ഈ ഫാർമക്കോതെറാപ്പി എന്ന് പറയുന്ന ഈ മെഡിസിൻസിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഹോട്ട് ഫെർമെൻറ്റേഷൻ, കുറച്ച് ചെറുതായിട്ടുള്ള ഓയിൽ മസാജ്, അതിനോടൊപ്പം തന്നെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അഗ്രവേറ്റ് ചെയ്യുക. അത് നമ്മൾ ഇരുന്നോട്ടിരുന്ന് മറ്റൊരാളോടാണ് ഒരു ഫാൻ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്വയം നടന്ന ആ ഫാൻ ഓണാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. നമ്മൾ ചെയ്ത കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുക, അതിൻ്റെ എമൗണ്ട് കൂട്ടുക. അതൊരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഉണർവ് വരും. അങ്ങനെ പതുക്കെ ഓരോ ചെറിയൊരു എക്സസൈസും യോഗയും ഒക്കെ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൂട്ടിയോടൊപ്പം തന്നെ എക്സസൈസും ഒരു 45 to 1 hourലേക്ക് വരികയാണെങ്കിൽ ഈ ഫാർമക്കോതെറാപ്പിയുടെ സഹായത്തോടു കൂടി ഇനി ആവശ്യം വേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു സൈക്കോതെറാപ്പി, അതായത് നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വേണ്ടി വരുന്നുണ്ടാവും. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന വിവിധ മേഖലയിലുള്ള ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി ഒരുമിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോമയാൾജിയ. അങ്ങനെ സമയമെടുക്കും. ഏകദേശം 2-3 മാസം കൊണ്ട് എക്സസൈസ് എല്ലാം ചെയ്ത് മെഡിസിൻ്റെ എഫക്റ്റൊക്കെ നല്ല രീതിയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഫൈബ്രോമയാൾജിയയെ നമുക്ക് വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ ഉണ്ടാക്കാൻ കാരണമായ തുടക്കത്തിലുള്ളൊരു രോഗം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേദനയുടെ ഒരു കാരണം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ അത് മാറുന്നതോടൊപ്പം ഒരു 2-3 മാസം ഈ ഫൈബ്രോമയാൾജിയയെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഫൈബ്രോമയാൾജിയ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർക്കാൻ പറ്റുകയും ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഫൈബ്രോമയാൾജിയ ഇല്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റും. അപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഈ രോഗം, അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയുടെ ഒരു ചെറിയ വെർഷനായിട്ടുള്ള മയോഫേഷ്യൽ പെയിൻ, അതായത് ചെറിയൊരു വേർഷനാണ്, പക്ഷെ അതിനായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരം മുഴുവൻ പേശികളെല്ലാം വേദന എടുക്കുന്ന അവസ്ഥ ഒന്നും നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളിലോ സ്കാനുകളിലോ ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ അതൊരു രോഗമല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല. നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസ്, ഫാർമക്കോതെറാപ്പിയിലൂടെ നമുക്ക് ഈ ഫൈബ്രോമയാൾജിയയെ പോലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായെന്ന് കരുതുന്നു. വേദന സംബന്ധമായ കൂടുതൽ സംശയങ്ങൾക്ക് വേണ്ടി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.